ഇന്ന് ഞാൻ റാഗി വെച്ചിട്ട് അട ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറേശ്ശായിട്ട് ഒഴിച്ച് അത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് കയ്യിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് പച്ചവെള്ളത്തിൽ കൈ നനച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്തിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റാഗിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കാം. ഞാൻ ശർക്കര കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂണ് നെയ്യ് ഇട്ടു. അതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അവലും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കാഷ്നട്ടും മുന്തിരിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നേന്ത്രപ്പഴം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരവും ഫില്ലിങ്ങും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് വാഴയിലയിൽ വെച്ച് പരത്തിയാൽ മതി. ഞാൻ ഫോയിലിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. എൻ്റെ കയ്യിൽ വാഴയിലയില്ല. അത് നല്ല കനം കുറച്ച് പരത്തിയതിന് ശേഷം ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായി കനം കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിങ് ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കാം. ഇത് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് മടക്കി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആവി കയറ്റാനുള്ള തട്ട് വെച്ച് നമുക്കിത് ഈ അട വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ അട തയ്യാറായിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.